ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ജീവിതം മാറുമെന്ന് പ്രതീക്ഷിച്ചിറങ്ങിയ യാത്രയിൽ 3 പെൺകുട്ടികൾ നേരിട്ടത് വിദ്വേഷവാഹകരുടെ വക നരകയാതനയാണ്. മതം പറഞ്ഞ് രക്ഷകരായി എത്തിയവർക്ക് മുന്നിൽ ആക്രോശവും ഭീഷണിയും മുഴക്കിയവർക്ക് മുന്നിൽ അന്നേ അവർ ഉറപ്പോടെ പറഞ്ഞു, മനുഷ്യക്കടത്തും മതപരിവർത്തനവും നട്ടാൽ മുളയ്ക്കാത്ത കള്ളക്കഥയാണെന്ന്. അവരിന്നും പറയുന്നു, സംഘപരിവാറിന്റെ കഥ കളവാണെന്ന്. കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയ ശേഷം പല സഭാ നേതാക്കളുടെയും പ്രതിഷേധ ശബ്ദത്തിന് കനം കുറഞ്ഞിട്ടുണ്ട്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയിൽ നിന്നായിരുന്നു തുടക്കം. എന്തിനും ഇടയലേഖനം ഇറക്കിയിരുന്ന സഭയിൽ ഇത്തവണ ഇടയലേഖനം ഇറക്കിയത് ഇരിഞ്ഞാലക്കുട രൂപത മാത്രമാണ്. പ്രതിഷേധിക്കാനില്ല എന്ന താമരശ്ശേരി രൂപത പറഞ്ഞും കഴിഞ്ഞു. മുട്ടുകുത്തിയോ എന്നതാണ് ചോദ്യം. അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP, റവറൻഡ് ഡോക്ടർ ആന്റണി വടക്കേക്കര സിറോ മലബാർ സഭാ പ്രതിനിധി, മിഥുൻ വിജയകുമാർ വലത് നിരീക്ഷകൻ, പ്രമോദ് പുഴങ്കര രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ സഭാ പ്രതിനിധിയിലേക്ക് പോകുന്നു. ഡോക്ടർ ആന്റണി വടക്കേക്കര, ഇന്നൊരു ഇടയലേഖനം വ്യാപകമായി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ആകെ പരിഹാരമായി എന്നൊരു വിലയിരുത്തലാണോ സഭയുള്ളത്? വർഗീയതയ്ക്കുമേൽ മതേതര സാഹോദര്യത്തിൻ്റെ വിജയമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട, റിമാൻഡിൽ അടയ്ക്കപ്പെട്ട 2 കന്യാസ്ത്രീമാരെ, ഞങ്ങളുടെ സഹോദരിമാരെ ദുർഗിലെ ജയിലിൽ നിന്നും ജാമ്യത്തിൽ വിട്ടയച്ചു എന്നുള്ളത്. എന്നാൽ ഇത് പാർഷ്യലായ ഒരു വിജയം മാത്രമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. കാരണം സ്വതന്ത്ര ഇന്ത്യയുടെ എല്ലാ ജനാധിപത്യ മതേതരത്വ വളർച്ചകളെയും ദുർബലമാക്കിക്കൊണ്ട് ഭരണകൂട പിന്തുണയിൽ ഹിന്ദുത്വ വർഗീയത ആർജിച്ച ഫാസിസ്റ്റ് കുതിപ്പിനെ മതേതര ഇന്ത്യ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും വഴിയിൽ തടഞ്ഞു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ മതമിളകിയ ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ സംഘടനകൾ കള്ളക്കേസിൽ കുടുക്കിയ 2 കന്യാസ്ത്രീമാർക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ ആവശ്യം വളരെ വ്യക്തമാണ്. എടുത്തിരിക്കുന്ന കള്ളക്കേസ് ബജ്രംഗ് ദളിൻ്റെ ആൾക്കൂട്ട വിചാരണയ്ക്കൊടുവിൽ ഛത്തീസ്ഗഡിലെ ഗവൺമെൻറ്റും നീതിപാലകരും എടുത്തിരിക്കുന്ന ഈ കള്ളക്കേസിൻ്റെ FIR ക്വാഷ് ചെയ്യണമെന്നും ഈ കേസ് റദ്ദാക്കണമെന്നതുമാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത്, ഇപ്രകാരം ആൾക്കൂട്ട വിചാരണ നടത്തിയ ജ്യോതി ശർമ്മ എന്ന പേരുള്ള ബജ്രംഗ് ദളിൻ്റെ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ആ സംഘത്തെ മുഴുവനായും എത്രയും പെട്ടെന്ന് നിയമപരമായി അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായ ഒരു ശിക്ഷ നൽകേണ്ടതും അത്യാവശ്യമാണ്. ഈ 2 ആവശ്യങ്ങളും ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ജാമ്യം ലഭിച്ചതോടുകൂടെ താൽക്കാലികമായ ആശ്വാസമായിട്ടുണ്ട്. എന്നാലും മാധ്യമങ്ങൾ കാണിക്കുന്ന നിതാന്തമായ ജാഗ്രത ഇന്ന് 10 ദിവസങ്ങൾ കഴിയുകയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ കാര്യത്തിൽ കാണിച്ച ഉത്സാഹവും ഒക്കെ നമ്മുടെ മുൻപിലുണ്ട്. സഭാ നേതൃത്വവും കൃത്യമായി ഈ കാര്യങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയും ഈ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു അർത്ഥസംഖ്യയ്ക്കും വകയില്ലാത്ത വിധം സഭയുടെ നിലപാടുകൾ വ്യക്തമാണ്. കാരണം ഈ കാര്യങ്ങളിൽ ഇന്ന് ഇരിങ്ങാലക്കുട രൂപതയിൽ ഇടയലേഖനം വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ചാലക്കുടിയിൽ ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ ആലുവയിൽ മറ്റൊരു പ്രതിഷേധ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പലതരങ്ങളിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാ വിശ്വാസികളെയും ഈ കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഇടയലേഖനം എന്തുകൊണ്ട് എല്ലായിടത്തും ഒരു ഇടയലേഖനം വായിച്ചിട്ടില്ല? അത് സഭയ്ക്കിടയിൽ തന്നെ ഒരു ഭിന്ന അഭിപ്രായം കാരണമാണ് എന്ന വിലയിരുത്തലുണ്ട്. കാരണം അങ്ങനെ കടുത്ത നിലപാടിലേക്ക് പോകേണ്ടതില്ല. ഏതായാലും കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയല്ലോ, ബാക്കി നമുക്ക് പറഞ്ഞു പരിഹരിക്കാമെന്ന് വെച്ചാൽ പുറമേ കാണുന്ന പ്രതികരണമല്ല. പുറമെ പ്രതികരിക്കാതെ അവരുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന രൂപത്തിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. മറുവിഭാഗം അങ്ങനെയല്ല, നമ്മളിപ്പോൾ അവരുടെ നിലപാടെന്ത് എന്ന് കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞു, കർശനമായ പ്രതികരണമാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്നു. ഇരിഞ്ഞാലക്കുട രൂപത ആ രൂപത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. അങ്ങനെയാണോ ഫാദർ ആന്റണി വടക്കേക്കര? രണ്ടഭിപ്രായമായോ?
ഇപ്പോൾ സ്മൃതി പറഞ്ഞത് സ്മൃതിയുടെ മാത്രം അല്ലെങ്കിൽ ഒരുപക്ഷെ ഏതാനും ചില മാധ്യമപ്രവർത്തകരുടെ മാത്രം ചിന്തയാണെന്ന് ഞാൻ കരുതുന്നു. ആ രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള വിഭാഗീയതയും ഈ കാര്യത്തിലില്ല. ഇന്നലെ വരെ അതൊന്ന് പറയാമോ ഫാദർ? അതിന്റെ അർത്ഥം എന്താണ്? പ്രതിഷേധിക്കാനില്ല എന്ന താമരശ്ശേരി രൂപതയുടെ നിലപാട്. അതുമായി പറയൂ. ഭാഗികമായ ഒരു വിജയം ഈ കാര്യങ്ങളിൽ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും ഛത്തീസ്ഗഡ് ഗവൺമെന്റും നിയമപാലകരും ഈ കാര്യങ്ങളിൽ കൃത്യതയോടുകൂടി നിലപാടുകളുമായി മുൻപോട്ട് പോകും. ജാമ്യം ലഭിച്ചു, എന്നാൽ ഈ കാര്യങ്ങളെ കേസിനെ പൂർണ്ണമായും FIR ക്വാഷ് ചെയ്ത് കേസ് റദ്ദാക്കണമെന്നുള്ളതും അതുപോലെ തന്നെ ബജ്രംഗ് ദളിന്റെ ആൾക്കൂട്ട വിചാരണ നടത്തിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. ഈ കാര്യങ്ങളിലൊക്കെയുമുള്ള സുചിന്തിതമായ നിലപാട് സഭ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. താമരശ്ശേരി രൂപതയ്ക്കോ അതല്ലെങ്കിൽ സീറോ മലബാർ സഭയ്ക്കോ അല്ലെങ്കിൽ കേരള കത്തോലിക്ക സഭയ്ക്കോ CBCയുടെ നേതൃത്വത്തിലുള്ള ഭാരതത്തിലെ മുഴുവൻ കത്തോലിക്കർക്കോ ക്രിസ്ത്യാനികൾക്കോ ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിഭാഗീയമായ ചിന്തകളുമില്ല. ഈ കാര്യത്തിൽ ഒരേ മനസ്സോടുകൂടിയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഭാഗികമായി ഈ കാര്യങ്ങളുടെ വിജയം നമ്മൾ നേടിയിരിക്കുന്നു. ഇനി മുൻപോട്ടും ഈ കാര്യങ്ങളിൽ ശക്തമായി തന്നെ മുൻപോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും വകയില്ല. ശരി, അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP, ഇപ്പോൾ അങ്ങ് ഛത്തീസ്ഗഡിൽ പോയതാണ്, കന്യാസ്ത്രീകളുടെ അവസ്ഥ കണ്ടതാണ്, കന്യാസ്ത്രീകൾ നിങ്ങളോടൊക്കെ സംസാരിച്ചതുമാണ്. ഇന്നിപ്പോൾ ആ 3 പെൺകുട്ടികൾ കന്യാസ്ത്രീകൾ ജോലി കൊടുക്കാമെന്ന ഉറപ്പിൽ ജീവിതം പച്ചപിടിപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ പുറത്തിറങ്ങിയ 3 പെൺകുട്ടികൾ അവരെന്താണ് നേരിട്ടത് എന്ന് ഇതാദ്യമായി ഒരു മലയാളം മാധ്യമത്തോട് തുറന്നു പറഞ്ഞാൽ റിപ്പോർട്ടിലൂടെ അവരുടെ പ്രതികരണം കണ്ടതാണ്. അവരെ വ്യത്യസ്തമായ മുറികളിൽ പൂട്ടിയിട്ട് മുഖത്തടിക്കുകയായിരുന്നു ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ. അങ്ങനെ മുഖത്തടിക്കുക മാത്രമല്ല, മാതാപിതാക്കളെ അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണിയുണ്ടായിരുന്നു, റേപ്പ് ചെയ്യുമെന്നുള്ള ഭീഷണിയുണ്ടായിരുന്നു. ആ ഭീഷണി അടക്കം മുഴക്കി അവർ പുറത്തേക്ക് പറയുന്നത് എന്താണ്? ഞങ്ങളുടെ പെൺമക്കളെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നു, ഞങ്ങളെ പെൺകുട്ടികളെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞവരാണ് പെൺകുട്ടികളെ റേപ്പ് ചെയ്യുമെന്ന ഭീഷണി മുഴക്കിയത്. എന്നിട്ടും അവരുടെ ധൈര്യം നോക്കൂ. അവരുടെ ജീവിത പശ്ചാത്തലം, അവിടുത്തെ അവസ്ഥ, ആ അവസ്ഥയിലും അവർ പറയുകയാണ് കന്യാസ്ത്രീകൾക്കെതിരെ അവർ മൊഴി നൽകില്ല, ഞങ്ങളുടെ ജീവിതം നന്നാക്കാനാണ്, ഞങ്ങൾ നേരത്തെ തന്നെ ക്രിസ്ത്യാനികളാണ്, ഇങ്ങനെ തുറന്നു പറഞ്ഞ പെൺകുട്ടികളാണ്. അവരെ ആര് സംരക്ഷിക്കും? കെ ഫ്രാൻസിസ് ജോർജ്. അല്ല, അതാണ് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി ഇന്ന് ഈ രാജ്യത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്കിഷ്ടമുള്ള വിശ്വാസം വെച്ച് പുലർത്താനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന തരുന്നുണ്ട്. അത് സമാധാനപരമായി, അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും സമ്മർദ്ദമോ പ്രേരണയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനമോ കൂടാതെ അത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുന്ന കാര്യത്തിന് പോലും സംരക്ഷണമുള്ള ഈ രാജ്യത്ത് ഇവിടെ ഇപ്പോൾ എന്താണ് അവർ വന്നത്? ഇതിനോടകം വളരെ വ്യക്തമാണ്. ഇപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ ഞങ്ങളോട് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹവും സമ്മതിക്കുകയുണ്ടായി. ഒരു പക്ഷേ പരസ്യമായി അദ്ദേഹം അത് പറയുമെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ഈ പറയുന്ന ആരോപിക്കപ്പെട്ട കുറ്റങ്ങളൊന്നും തന്നെയില്ല, ഒന്നുമില്ല, യാതൊരു അടിസ്ഥാനം ആ കാര്യങ്ങൾക്കില്ല. ഹ്യൂമൻ ട്രാഫിക്കിങ്ങോ അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ ഈ 2 കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടില്ല. ഇത് സാധാരണഗതിയിൽ ജോലിക്ക് പോകണം അല്ലെങ്കിൽ ജോലി വേണം എന്നുള്ളവർ അതിനുവേണ്ടി ഉള്ള സാഹചര്യങ്ങൾ തേടുന്നു. ജോലിക്ക് ആളെ ആവശ്യമുള്ളത് കൊണ്ട് ഈ 2 മഠങ്ങളിൽപ്പെട്ട, ഈ കോൺവെന്റുകളിൽപ്പെട്ട സിസ്റ്റേഴ്സ് അവരോട് വരാൻ പറയുന്നു. അവർ വന്നതെന്താണ്? അവരിൽപ്പെട്ട ഈ പറയുന്ന അവരെ കൊണ്ടുവന്ന ആ വ്യക്തിയുടെ സഹോദരി ഈ പറയുന്ന സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവർ വഴിയാണ് അറിയുന്നത്. ഇങ്ങനെ ഏതാനും പേർക്ക് ജോലിക്ക് താല്പര്യമുണ്ട്, അവരെ കൊണ്ടുവരാൻ പറയുന്നു. ഈ സഹോദരൻ അവരെ കൊണ്ടുവരുന്നു. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് കാണിച്ച അങ്ങേയറ്റം നിരുത്തരവാദപരമായ, നിയമപരമായി നോക്കുമ്പോൾ തന്നെ കടുത്ത നിയമലംഘനം. ഒരു ഗവൺമെന്റ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതയുള്ള ഒരു ഗവൺമെന്റിൽ നിന്ന് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു നിലപാടാണ്. അവർക്ക് വെരിഫൈ ചെയ്യാമല്ലോ ഇത് മനുഷ്യക്കടത്താണോ, അതല്ലെങ്കിൽ ഇതിന് നിർബന്ധമായി മതപരിവർത്തനം നടന്നിട്ടുണ്ടോ. ഇതൊന്നും ചെയ്യാതെ വേറൊരു സംഘടന, ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു സംഘടന വരുന്നു. അവർ ഏകപക്ഷീയമായി ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു. ഇവരെ കൂട്ടിയിടുന്നു. ഇവിടെ ആ പെൺകുട്ടികൾ പറഞ്ഞതുപോലെ അവരെ മർദ്ദിക്കുന്നു, അവർക്കെതിരെ കേസെടുക്കാൻ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് അവരുടെ മുഴുവൻ സാധനങ്ങളും എടുത്തിട്ട് പരിശോധിക്കുന്നു. ഞങ്ങൾ ഈ സിസ്റ്റേഴ്സിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണിത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പുറത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ള മ്ലേച്ഛമായ നിന്ദ്യമായ ഭാഷ ഉപയോഗിച്ചാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഞങ്ങളോട് പറഞ്ഞു മിണ്ടിപ്പോകരുത്, മിണ്ടാതിരുന്ന് കേട്ടുകൊള്ളണം, മൂങ്ങയെപ്പോലെ ഇരുന്ന് കേട്ടുകൊള്ളണം, ഇല്ലെങ്കിൽ നിങ്ങളെയും ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നു. ഇപ്പോഴ് എന്താണെങ്കിൽ ഈ കേസൊക്കെ എടുത്തു. അതിനുശേഷമുണ്ടായ കാര്യങ്ങൾ, ഇത് NIA കോടതിയിലേക്ക് വിട്ടതൊക്കെ നിയമപരമായി തെറ്റാണ്. വാസ്തവത്തിൽ ആഭ്യന്തരമന്ത്രി തന്നെ ഞങ്ങളോട് പറഞ്ഞു, NIA കോടതി ഒരു കേസെടുക്കണമെന്നുണ്ടെങ്കിൽ
ഒരു കേസ്, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംസ്ഥാന ഗവൺമെൻറ്, സംസ്ഥാന ആഭ്യന്തര വകുപ്പ് വിലയിരുത്തി അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിലേക്ക് കൊടുക്കുന്നു. ഞങ്ങളത് വിശദമായിട്ട് പരിശോധിച്ച് അതിൽ ദേശസുരക്ഷ അടങ്ങിയ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടാൽ ആ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ശുപാർശയോടുകൂടി മാത്രമേ NIA കോടതിക്ക് ഒരു കേസെടുക്കാൻ പാടുള്ളൂ. ഇവിടെ അതൊന്നുമില്ല. എല്ലാ നടപടിക്രമങ്ങളും തെറ്റിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഇതാണ്, അവർ ജാമ്യത്തിന് വേണ്ടി പരിശ്രമിക്കട്ടെ, അതിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ ആ കാര്യത്തിൽ ഒരു തടസ്സവും ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം അവർ നിരപരാധികളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകളെ വ്യാപകമായി കൊണ്ടുവരിക, അവരെ മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക, അതിനെയൊക്കെയാണ് മനുഷ്യക്കടത്ത് എന്നുള്ള രീതിയിൽ NIA കോടതി കേസെടുക്കുകയും വിചാരണ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയാവുന്നുമില്ല. ഇവിടെ ഒരു 3 പേര്, പ്രായപൂർത്തിയായ 3 പേർ ഒരു ജോലി തേടി വന്നു എന്നുള്ളത് ഒരു തെറ്റാണ്, അല്ലെങ്കിൽ അത് ഭയങ്കരമായ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച് ഇതൊക്കെ ചെയ്തത്. ഇതങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും എന്താ പറയുക മനുഷ്യാവകാശ ലംഘനവുമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിനെതിരെ കർശനമായിട്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകണം. ഈ തുടർ നടപടിയാണ് കെ ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ അങ്ങ് പ്രതീക്ഷിക്കുന്നത്? എന്ത് തുടർ നടപടിയാണ് ഈ പറയുന്ന അവിടെ ഭീഷണി മുഴക്കിയ ജ്യോതി ശർമ്മ എന്ന ബജ്രംഗ് ദൾ നേതാവ്? അവർക്കെതിരെ നിരവധി കേസുകളുണ്ട്. അവരെ ഒരു പിടികിട്ടാ പുള്ളി എന്ന രൂപത്തിലാണ് പോലീസ് പറയുന്നത്. അവരെ കാണാനില്ല അത്രേ. അവരവിടെ ഈ പ്രവർത്തനം തുടരുന്നുണ്ട്. ഇതിപ്പോൾ കന്യാസ്ത്രീകളുടെ വിഷയമായതുകൊണ്ട് കേരളം അറിഞ്ഞു അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല. അവിടെ അത് തുടരുന്നുണ്ട്. ഇതിനു മുമ്പും കഥകളുണ്ട്. ഈ പറയുന്ന ദളിതർക്കിടയിൽ ഇവരുടെ ഈ തരത്തിലുള്ള പ്രവർത്തനം അവിടെ തുടരുന്നുണ്ട്. നിയമം നടപ്പാക്കാൻ, അല്ലെങ്കിൽ നിയമം, അതായത് ഛത്തീസ്ഗഡ് സർക്കാർ ഉദ്ദേശിക്കുന്ന നിയമം നടപ്പാക്കാൻ ഏൽപ്പിച്ചവരാണിവർ. സർക്കാർ ഏൽപ്പിച്ചവരാണിവർ. ആ രൂപത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ ഇത്ര പറഞ്ഞ ശേഷവും അവർക്കെതിരെ കേസെടുക്കാൻ, ഈ പെൺകുട്ടികളുടെ പരാതിയിൽ കേസെടുക്കാൻ ഛത്തീസ്ഗഡ് പോലീസ് തയ്യാറായിട്ടില്ല. പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, അവർ കാണിച്ച അതീവ ഗുരുതരമായ തെറ്റല്ലേ, അന്യായമായി തടങ്കലിൽ വെക്കുക, അവരെ മർദ്ദിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, ഇതെല്ലാം പോലീസ് നോക്കി നിൽക്കെ. ഇത് പോലീസ് സ്റ്റേഷനിൽ വെച്ചും കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ, അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത്. ഇത്രയും തെളിവുണ്ടായിട്ട് നാളിതുവരെ ഇപ്പോൾ 9-10 ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടി എന്നുള്ളത് ശരി, പക്ഷെ അതവിടെ നിൽക്കട്ടെ. അവരെ, ഈ പെൺകുട്ടികൾ, അവർ ന്യായമായി അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം, അതല്ലെങ്കിൽ അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം അതിനെതിരെയൊക്കെ ഇതുപോലെ ഭീഷണി മുടക്കുക, അവരെ തടഞ്ഞു വെക്കുകയും അവരെ മർദ്ദിക്കുകയും ആക്രമിക്കുകയും എല്ലാം ചെയ്തതിനെതിരെ അവർ പരാതി കൊടുത്തിട്ട് ആ പരാതി സ്വീകരിക്കാതെ, അവർക്ക് ഈ പറയുന്ന ബന്ധപ്പെട്ട കുറ്റവാളികൾ കേസെടുക്കാതെ ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ഒളിച്ചു കളിക്കുന്ന ഈ പരിപാടി, ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കേസെടുത്തേ പറ്റൂ. അവരുടെ പരാതിക്ക് പരിഹാരമുണ്ടാകണം. അതുപോലെ തന്നെ തികച്ചും അടിസ്ഥാനരഹിതമായി എടുത്ത ഈ കേസ് പിൻവലിക്കണം എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഞങ്ങൾ ഈ കാര്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കും. അതിശക്തമായി കേന്ദ്ര ഗവൺമെന്റ് മുൻപാകെ പാർലമെന്റിൽ ഈ കാര്യങ്ങൾ ഉന്നയിക്കും. മിഥുൻ വിജയകുമാർ, ഇപ്പോൾ BJP ഈ വിഷയത്തിൽ 2 തട്ടിലായോ എന്ന് സംശയമുണ്ട്. ഇപ്പോഴത്തെ സംസ്ഥാന BJP നേതൃത്വം കന്യാസ്ത്രീകളുടെ മോചനത്തിനായി അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നു. ഛത്തീസ്ഗഡ് സർക്കാരുമായി സംസാരിക്കുന്നു, കേന്ദ്രമന്ത്രിയെ കാണുന്നു, ആ രൂപത്തിൽ പിന്നീട് പ്രതികരിക്കുന്നു, ക്രെഡിറ്റ് എടുക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇപ്പുറത്ത് അങ്ങനെ അനുവദിക്കില്ല എന്നുള്ള പ്രതികരണങ്ങൾ വരുന്നു. ഇപ്പോൾ ശശികലയുടെ പ്രതികരണം കേസ് പിൻവലിക്കുന്നതും നിയമ നടപടികൾ അവസാനിപ്പിക്കുന്നതും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ കൊഞ്ഞനം കുത്തുന്നതിന് സമമാണ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ്. സെൻകുമാർ, സുരേന്ദ്രൻ, ഡോക്ടർ KS രാധാകൃഷ്ണൻ ഇവർക്കൊപ്പം ഉണ്ടായ കേസും അവർ ഓർമ്മിപ്പിക്കുന്നു. ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1000-ലധികം കേസുകളിൽ പ്രതികളാണ് ഞങ്ങൾ. ഈ കേസുകളിൽ ഇതുവരെ ഒന്നുപോലും ക്വാഷ് ചെയ്തിട്ടില്ല. ലോകത്ത് ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം കേസുകൾ വ്യക്തികൾക്ക് മേൽ ചാർത്തിയ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് ഈ പരിഹസിച്ചുകൊണ്ടാണ് പാവപ്പെട്ട കന്യാസ്ത്രീകൾ എന്ന സംഗതിയും സാധനവും ഒപ്പിച്ചു പാടുന്നവരോട് ഒരു ചോദ്യം. ഞാനടക്കം മേൽപ്പറഞ്ഞവരെല്ലാം ആളെ കൊന്നിട്ടുള്ളവരാണോ, മോഷ്ടാക്കളാണോ, ഗുണ്ടകളാണോ, മതം മാറ്റം നടത്തുന്നവരാണോ, ഈ പറയുന്ന ഇതിൽ പെടുന്നവരാണോ ഈ കന്യാസ്ത്രീകൾ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ എന്താണ് BJP നേതൃത്വം ആത്യന്തികമായി ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്? മിഥുൻ വിജയകുമാർ. നോക്കൂ സ്മൃതി, നമ്മുടെ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് കന്യാസ്ത്രീകൾക്ക് ഒരു നിയമവും ശശികലയ്ക്ക് വേറൊരു നിയമവും അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മറ്റൊരു നിയമവും അങ്ങനെയൊന്നുമില്ല. നിയമം എല്ലാവർക്കും തുല്യമാണ്. പക്ഷേ ഈ ഒരു വിഷയം നമ്മളെ പഠിപ്പിച്ച 2 കാര്യമുണ്ട്. അതായത് വോട്ട് ബാങ്കിന് വേണ്ടി കേരളത്തിലെ രാഷ്ട്രീയക്കാർ, അതിപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, അവർ ഏതറ്റം വരെ പോകുമെന്നാണ് നമ്മൾ കണ്ടത്. ഇതിൽ മറ്റ് അത്ഭുതകരമായ ഒരു കാര്യം, SDPI പോലും ക്രിസ്ത്യൻ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ വളരെ വ്യാകുലരാണ്. അവരും പോലും ഇടപെട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് പ്രതികരിക്കുന്നത്. അതായത് ജോസഫ് മാഷ കൈവട്ടി മാറ്റിയ ഈ തീവ്ര ചിന്താഗതിക്കാർ
ഹിന്ദുക്കൾക്ക് പോലും ക്രിസ്ത്യൻ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അവർ കാണിച്ചു തരാണ് ഈ സമയത്ത്. അപ്പം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഒരു മുഖമാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം ഇതേ സ്ഥാനത്ത് 2 സാധാരണ സ്ത്രീകൾ ഇതേപോലെ 3 പെൺകുട്ടികളെയും കൊണ്ടുപോകുമ്പം അവരുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇല്ല എങ്കിൽ ഒരു അറസ്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് ഏതെങ്കിലും ഒരു CPM നേതാവ് പോവോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോൺ ബ്രിട്ടാസ് അവിടെ പോയി പ്രതികരിക്കുവോ, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രതിനിധി സംഘത്തെ അങ്ങോട്ട് അയക്കുവോ, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ സാധാരണക്കാർക്ക് ഒരു നിയമവും, അല്ലെങ്കിൽ സഭയുടെ അല്ലെങ്കിൽ ഏതൊരു സംഘടനയുടെ സപ്പോർട്ടുള്ള ആളുകൾക്ക് മറ്റൊരു നിയമവും എന്ന രീതിയിലാണ് നമ്മളൊക്കെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കേസിന്റെ പ്രോഗ്രസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, എന്ത് ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ് ഈ കന്യാസ്ത്രീകൾ ചെയ്തിട്ടുള്ളത് മിഥുൻ? നമുക്കറിയില്ലല്ലോ, അത് നമുക്കറിയില്ലല്ലോ സ്മൃതി. അത് കോടതിയിൽ കിടക്കുന്ന ഒരു കേസല്ല, അത് കോടതിയിൽ തെളിയിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് അല്ല, നമുക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ മിഥുൻ. ഈ കന്യാസ്ത്രീ അല്ലല്ല മിഥുൻ പറയൂ. ഈ കന്യാസ്ത്രീകൾ പറഞ്ഞത്, കന്യാസ്ത്രീകൾ കൊണ്ട് കാണിച്ച രേഖകൾ, ഈ പെൺകുട്ടികൾ കാണിച്ച രേഖകൾ, ഇതൊക്കെ പൊതുമണ്ഡലത്തിലേക്ക് വന്നതാണല്ലോ. പെൺകുട്ടികൾ ഇന്ന് പറഞ്ഞ മൊഴി, ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഭീഷണി, താങ്കൾ കണ്ടതാണല്ലോ. താങ്കൾ കണ്ട കാര്യത്തിനോട് പ്രതികരിക്കൂ. ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഭീഷണി, കൊല്ലുമെന്നുള്ള ഭീഷണി പറഞ്ഞു, മുഖത്തടിച്ചു എന്ന് പറയുന്നു. മുഖത്തടിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ഈ പെൺകുട്ടികളെ കൊണ്ടുവന്ന യുവാവിനെ മുഖത്തടിക്കാൻ പോകുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. അപ്പോൾ ഈ ഭീഷണിപ്പെടുത്താൻ പല കേസുകളിലെയും പ്രതിയായ ഈ ജ്യോതി ശർമ്മയ്ക്ക് അവിടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ എങ്ങനെ സാധിക്കുന്നു? താങ്കൾ ഈ ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ അതുകൂടി ഒന്ന് പറയൂ. തീർച്ചയായും ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ തുടക്കം മുതൽക്കേ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം തന്നെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിൽ തുടക്കത്തിൽ തന്നെ വന്ന കാര്യങ്ങൾ എന്താ, ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഐഡന്റിറ്റി ഇല്ല. ഇതിലൊരു പെൺകുട്ടി പറയുന്നു അവരെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോവുകയാണ്. അപ്പൊ പോലീസ് പിന്നെ കേസെടുക്കാതെ എന്താ ചെയ്യേണ്ടത്? കേരളത്തിലാണെങ്കിലും കേസെടുക്കില്ലേ? മാത്രമല്ല ഛത്തീസ്ഗഡ് പോലുള്ള ട്രൈബൽ റീജൻസിൽ ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ ഗ്രാമം വിട്ടു പോവുകയാണെങ്കിൽ, ഗ്രാമം വിട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ പലായൻ രജിസ്റ്റർ എന്നൊരു രജിസ്റ്ററിൽ അവർ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്തിട്ടില്ല. ഗ്രാം സച്ചിവ് അറിയണമെന്നൊരു കാര്യമുണ്ട്, അത് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രൊസീജറൽ ലാപ്സസ് നടന്ന ഒരു കാര്യമാണത്. അപ്പൊ അങ്ങനെ പ്രോട്ടോകോൾ വഴി നിങ്ങൾ നോക്കുകയാണെങ്കിലും ഇതിൽ ഐഡന്റിറ്റി ആയിട്ടുള്ള രാജ്യത്തൊരു നിയമം, ഛത്തീസ്ഗഡിന് മറ്റൊരു നിയമം, പലായൻ രജിസ്റ്റർ. ഇവരെങ്ങോട്ട് പലായനം ചെയ്യുന്നു? ഇവർ ജോലിക്ക് വേണ്ടി എവിടേക്കെങ്കിലും പോകുന്നു. ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അവർ സ്വമനസാലെ പോകുന്നു. ഇന്ന് പോലും പറയുകയാണ് അവർക്ക് ജോലി 10,000 രൂപ എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രധാനപ്പെട്ട തുക തന്നെയാണത്. 10,000 രൂപ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയ തുകയാണ്. ആ തുക കിട്ടും, ആ കുടുംബത്തിന് നല്ലൊരു അവസ്ഥയുണ്ടാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പോകുന്നു. ഇവർക്കിടയിൽ പ്രവർത്തിക്കാൻ, ഇവരുടെ ജീവിതം നന്നാക്കാൻ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ചെയ്ത ഒരു കാര്യം അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാമോ? ഈ കഴിഞ്ഞ ഈ ഭീഷണിയുമായി പാഞ്ഞു നടക്കുകയും ആളുകളെ അടിക്കുകയും കുത്തുകയും ഗുണ്ടായുസം ചെയ്യുകയല്ലാതെ ഇവരെന്താണ് അവിടെ പ്രവർത്തിക്കുന്നത്? അതിലേക്ക് ഞാൻ വരാം. ആ ഒരു പോയിന്റ് ഞാൻ അഡ്രസ് ചെയ്തിട്ടേ പോകുള്ളൂ. താങ്കൾ ഞാൻ പറഞ്ഞു കേൾക്കൂ. ഈ ട്രൈബൽ ഏരിയാസിൽ, അതായത് ഛത്തീസ്ഗഡിന്റെ നിയമം ഈ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മറ്റൊരു നിയമം എന്നല്ല. ട്രൈബൽ ഏരിയാസിൽ പെസ ആക്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഇതുപോലുള്ള. കാരണം അവിടെ ട്രൈബൽ കടത്ത് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ട്രൈബൽ സ്ത്രീകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഇതുപോലത്തെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസം തന്നെ ഹിന്ദുവിൽ വന്നൊരു ലേഖനമുണ്ട്. അതിൽ വളരെ ക്ലിയർ ആയി പറയുന്നുണ്ട് ഈ സ്ത്രീകളെ എങ്ങനെയൊക്കെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഈ എന്താ പറയുക, ഈ ട്രൈബൽ മേഖലയിലുള്ള സ്ത്രീകളെ പല വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് തട്ടിക്കൊണ്ടു പോവുകയും അങ്ങനെയുള്ള ഒരുപാട് കേസസ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഛത്തീസ്ഗഡ്. നമുക്ക് കേരളത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഛത്തീസ്ഗഡിന്റെ ഒരു സിറ്റുവേഷനെ നമുക്ക് അനലൈസ് ചെയ്യാൻ എത്രത്തോളം കൃത്യമായി പറ്റുന്ന എനിക്കറിയില്ല. അപ്പോൾ ഛത്തീസ്ഗഡിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ പറയൂ, ഈ കന്യാസ്ത്രീകൾ ഇവരെ തട്ടിക്കൊണ്ടു പോകുകയായിരുന്നു മിഥുൻ കരുതുന്നുണ്ടോ? മിഥുൻ ഒന്ന് പറയൂ, കേരളത്തിൽ ഇരുന്നുകൊണ്ട് പറയൂ. എനിക്കറിയില്ല, എനിക്ക് പറയാൻ പറ്റില്ല. അറിയാത്തത് അല്ലല്ല, കന്യാസ്ത്രീകൾ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് എന്തിനാണ്? അതും കൂടെ ഒന്ന് പറയൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ സ്മൃതിയോട് ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 4 വർഷം മുമ്പേ നമ്മുടെ കേരളത്തിൽ ഇതേപോലൊരു സംഭവം നടന്നു. ഇതേ സെയിം ഡിറ്റോ വെച്ച് മാറ്റാൻ പറ്റിയൊരു സംഭവം. 2 കന്യാസ്ത്രീകൾ ഈ പറഞ്ഞ പോലെ ധൻബാദ് ആലപ്പി എക്സ്പ്രസിൽ വന്നിറങ്ങുന്നു. അവരോടൊപ്പം 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഒരു ലോക്കലായിട്ട് ഒരു കേസ് കൊടുക്കുന്നു. നമ്മുടെ എന്താ പറയാ, GRP പോയിട്ടാണ് കേസ്. റെയിൽവേ പോലീസ് കേസ് എടുക്കുന്നു. എന്നിട്ട് കോടതി പോയിട്ട് എന്തായി? കോടതി പോയിട്ട് എന്തായി? 3 വർഷത്തോളം അവരെ വേട്ടയാടിയപ്പം റെയിൽവേ പോലീസ് അല്ലല്ല, 3 വർഷത്തെ കാര്യമല്ല, റെയിൽവേ പോലീസാണ്. അല്ലല്ല, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. റെയിൽവേ പോലീസ് മറ്റേ സെൻട്രൽ ഗവൺമെന്റ് പോലീസ് അല്ലട്ടോ, GRP പിണറായി വിജയന്റെ പോലീസാണ് കേസെടുക്കുക. കാരണം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടിക്ക് മാത്രം സംരക്ഷണം കൊടുക്കുക എന്നാണ്. GRP ആണ് ഇതുപോലുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുക. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, CPM ന്യായീകരണ തൊഴിലാളികളൊക്കെ പറയുന്നുണ്ട് അത് എന്താ പറയുക റെയിൽവേ പോലീസ് എടുത്ത കേസാണ്. അല്ല, ഇത് GRP എടുത്ത കേസാണ്. GRP എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ പേറോളുള്ള പോലീസാണ്. അപ്പൊ അവരാണ് കേസ് എടുത്തത്. അപ്പൊ അവർ കേസ് എടുക്കുമ്പോൾ അത് പിണറായി വിജയന്റെ പോലീസ് എടുത്ത കേസായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രതികരിച്ചില്ല ഇത്രയും കാലം? എന്തുകൊണ്ട് ഇവിടുത്തെ കണ്ടിരുന്നില്ലേ? ആ സമയത്ത് ആ വാർത്തകൾ കണ്ടിരുന്നില്ലേ?
വാർത്തകൾ വന്നിരുന്നില്ലേ? വാർത്തകളും പ്രതിഷേധവും ഞാൻ കണ്ടില്ല. വാർത്തകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ മാധ്യമങ്ങൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന കാര്യത്തിൽ അങ്ങേക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം. മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത പ്രശ്നം പോട്ടെ, രാഷ്ട്രീയക്കാർ ഇവിടുത്തെ ഇന്നിപ്പം ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന രാഷ്ട്രീയക്കാർ അന്ന് എന്തുകൊണ്ടായിരുന്നു മൗനം പാലിച്ചത്? ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ എവിടെയായിരുന്നു ഞാൻ ചോദിച്ചാൽ അതിന് താങ്കൾക്ക് ഉത്തരം ഉണ്ടാവില്ല എന്നുള്ള ഒരു വസ്തുത. വാർത്ത കൊടുത്ത രീതിയോടൊക്കെ യോജിപ്പും ഉണ്ടാകാം. അതൊരു കടത്തായിരുന്നില്ല എന്ന് പിന്നീട് ബോധ്യപ്പെടുന്നു, കോടതിയിൽ അത് തെളിയിക്കപ്പെടുന്നു അല്ലേ? അവിടെയാണ് സ്മൃതി നമുക്ക് ഈ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു വേദന കാണാൻ പറ്റുന്നത്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു പെയിൻ നമുക്ക് ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട്, രാഷ്ട്രീയക്കാരുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ തൃശ്ശൂർ വിഷയത്തിൽ ഒരു കേസ് എടുത്തതിന്റെ ന്യായങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇവിടെ കന്യാസ്ത്രീകളെ ഈ പറഞ്ഞ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടികളെ കൊണ്ടുവന്നല്ല, കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തുകയോ ചെരുപ്പിടാണ്ട് ജയിലിലിടുകയോ കൊന്ത എടുത്ത് പോക്കറ്റിലിടാൻ പറയുകയോ ഭീഷണിപ്പെടുത്തുകയോ ബൈബിള് കണ്ടാൽ വിരളിപ്പെടുകയോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ആ കുട്ടികളെ ബലാത്സംഗം ചെയ്യുമെന്ന ഭീഷണിയും ഇവിടെ ഉണ്ടായിട്ടില്ല. രണ്ട് വ്യത്യാസമുണ്ട്, അത് വലിയ വ്യത്യാസവുമാണ്. പ്രമോദ് പുഴങ്കരയിലേക്ക് പോയ ശേഷം ഞാൻ വരാം, അടുത്ത ഊഴത്തിൽ വരാം. ശ്രീ പ്രമോദ് പുഴങ്കര, ഇതിപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു, പരിഹാരമായിരിക്കുന്നു, ജനാധിപത്യ ഇന്ത്യയുടെ വിജയം, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ഇടപെട്ടു, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപോലെ ഇടപെട്ടു എന്ന രീതിയിൽ സഭയിൽ നിന്ന് പ്രതികരണം വരികയാണ്. അവിടെ അവസാനിപ്പിക്കാമെന്നൊരു വലിയ വിഭാഗം കരുതുന്നു. ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇടയലേഖനം ഏതൊക്കെ ഭാഗത്തു നിന്ന് വന്നു എന്നുള്ളതും അങ്ങയുടെ മുന്നിലുള്ള കാര്യമാണ്. അപ്പുറത്ത് ആ പെൺകുട്ടികൾ പറഞ്ഞ വിഷയം അവിടെ നിൽക്കുന്നു, ഒന്നും അവസാനിച്ചിട്ടില്ല, കേസും അവസാനിച്ചിട്ടില്ല. ഇത് NIA കോടതിയിലേക്കാണ് പോകുന്നത്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഇതിലൊരു വിട്ടുവീഴ്ച സഭയുടെ ഭാഗത്ത് അങ്ങ് കാണുന്നില്ലേ? തീർച്ചയായും സഭാ നേതൃത്വം, ഇന്ത്യയിലെ ക്രിസ്ത്യൻ സഭാ നേതൃത്വം വളരെ പാർശ്വവൽകൃതരായ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഭൂരിഭാഗമുള്ള അപൂർവം ചില സഭകളും അതിൻ്റെ നേതൃത്വവും ഒഴിച്ചാൽ ഭൂരിഭാഗം എസ്പെഷ്യലി കാത്തലിക് ചർച്ചിൻ്റെ ലീഡർഷിപ്പ് എല്ലാം BJPയും സംഘപരിവാറുമായി ഒത്തുതീർപ്പെന്ന് മാത്രമല്ല അവർക്ക് വിധേയരായി പ്രവർത്തിക്കാനും തങ്ങൾക്ക് സാധ്യമെങ്കിൽ BJPയുടെയും സംഘപരിവാറിൻ്റെയും കേരളം പോലെ തങ്ങൾക്ക് സ്വാധീനമുള്ള സഭാ നേതൃത്വത്തിന് ഒരു പരിധിവരെയെങ്കിലും ഡെമോഗ്രാഫിക് കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ തങ്ങളുടെ സ്വാധീനം സംഘപരിവാറിന് അതിൻ്റെ രാഷ്ട്രീയാധികാരത്തിലേക്ക് എത്താനുള്ള വഴിയിലേക്ക് സഹായിക്കുന്നതിനും തയ്യാറായിട്ടുള്ള ഒരു വിഭാഗമായി പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുള്ളവരാണ് ക്രിസ്ത്യൻ ചർച്ച് ലീഡർഷിപ്പ്. ഇപ്പോൾ ഈ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് അദ്ദേഹം ഇതിൽ നമ്മൾ കാണുന്ന ഒരു സംവിധാനം നോക്കൂ. ഈ സംഘപരിവാർ എന്ന് പറയുന്നത്, ഞാൻ ഈ താഴത്തിൻ്റെ പ്രസ്താവനയിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. സംഘപരിവാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കന്യാസ്ത്രീകളെ വേട്ടയാടിയത് മതപരിവർത്തനവും ഹ്യൂമൻ ട്രാഫിക്കിങ്ങും എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത് അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. മറിച്ച് ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ എത്രയോ കാലങ്ങളായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വലിയ വേട്ടയുടെ തുടർച്ചയാണത്. അത് ഗുജറാത്ത് കലാപത്തിൻ്റെയും മുസ്ലിം വംശഹത്യയുടെയും തുടർച്ചയാണ്. അത് മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള വേട്ടയുടെ തുടർച്ചയാണ്. ഇന്ത്യയിൽ ആകമാനം ബീഫ് കൈവശം വെച്ചു എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറഞ്ഞ ഒരാളെ ഭക്ഷണത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിലെല്ലാം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിൻ്റെ, പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ വേട്ടയാടുന്നതിൻ്റെയൊക്കെ തുടർച്ചയായ ന്യൂനപക്ഷങ്ങൾക്കെതിരായ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ ഫാഷിസ്റ്റ് ഐഡിയോളജിയുടെ ഇംപ്ലിമെൻറ്റേഷനാണ്, നടപ്പാക്കലാണ് എത്രയോ കാലമായി നമ്മൾ കാണുന്നത്. അത് മോദിയുടെ ഭരണത്തിൽ സംഘപരിവാറും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം വലിയ തോതിൽ കൈയാളുന്നൊരു സമയത്ത് അത് അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ കാലത്ത് സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുകയും അവർക്ക് വിധേയരായി നിൽക്കുകയും ചെയ്യുകയാണ് ക്രിസ്ത്യൻ ചർച്ച് ചെയ്യുന്നത്, ചർച്ചിൻ്റെ നേതൃത്വം ചെയ്യുന്നത്. അതിൻ്റെ ഈ വേട്ടയുടെ തുടർച്ചയാണ് കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണവും. എന്നാൽ ഇതിനെ ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് BJP കേരളത്തിൽ അവരുടെ ഒരു രാഷ്ട്രീയ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു ടാക്ടിക്കൽ ലൈനിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് കാണിക്കുന്നതിനൊപ്പം അത് അങ്ങനെ കണ്ടില്ലെന്ന്, ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകളെ കണ്ടില്ലെന്ന് നടിക്കുകയും BJPയുടെ ഈ രാഷ്ട്രീയ പരിപാടിയുടെ കൂടെ നിൽക്കാനുമാണ് ക്രിസ്ത്യൻ സഭാ നേതൃത്വം ഇപ്പോഴും ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ അതങ്ങനെയല്ല. ഇപ്പോൾ ആൻഡ്രൂസ് താഴത്തിൻ്റെ രാജീവ് ചന്ദ്രശേഖർ ആൻഡ്രൂസ് താഴത്തിനെ കണ്ടപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? മൂപ്പര് പറഞ്ഞത് ഇതിൽ അമിത്ഷായും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ ഇടപെട്ടതിൽ സന്തോഷമുണ്ട്, ഇത് വളരെ ഭംഗി
ഭംഗിയായി കലാശിക്കുമെന്ന് കരുതുന്നു, ഇത് ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് കരുതുന്നു. അതിനുശേഷം ഇതാ ഇപ്പോൾ ജാമ്യം കിട്ടിയപ്പോൾ നേരത്തെ റബ്ബറിന് വില കൂട്ടിയാൽ BJPക്ക് വോട്ട് ചെയ്യുമെന്നുള്ള മട്ടിൽ വളരെ സിമ്പിളായിട്ട് സംഘപരിവാർ ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള പ്രശ്നം പരിഹരിച്ച ബിഷപ്പ് പാംപ്ലാനി എന്ന് പറയുന്ന കക്ഷി പറഞ്ഞത് ഇതിന് മൂപ്പരും നന്ദി പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ നഗ്നമായ രീതിയിലുള്ള ന്യൂനപക്ഷ വേട്ടയെ തങ്ങളുടെ ചർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് നേരെ നടന്ന വേട്ടയെ പോലും ഇത്തരത്തിലുള്ള വിശാലമായ ഒരു സംഘടിതമായ ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെ ന്യൂനപക്ഷ വേട്ടയിൽ നിന്ന് മാറ്റി ഒറ്റപ്പെട്ട സംഭവമാക്കി ചുരുക്കി കാണിക്കുകയും തങ്ങളുടെ വിധേയത്വം വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ സംഘപരിവാറിൻ്റെ കശാപ്പുശാലയിലേക്ക് തങ്ങളുടെ കുഞ്ഞാടുകളെ അറക്കാൻ വേണ്ടി കൊടുക്കുന്ന ദല്ലാളുകളായി മാറിയിരിക്കുകയാണ് ക്രിസ്ത്യൻ ചർച്ചിന്റെ ലീഡർഷിപ്പ് എന്നാണ് ഇതിൽ നിന്നും തെളിയുന്നത്. നമ്മൾ സഭയിൽ നിന്നുള്ള പ്രതികരണം ഫാദർ ആന്റണി വടക്കേക്കര ഇന്നിപ്പോൾ സഭ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദീപിക മുഖപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ആരും പിരിഞ്ഞു പോകരുത്, വർഗീയ ആൾക്കൂട്ടങ്ങൾ അവിടെ തന്നെയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമുക്കിതാ പിരിഞ്ഞു പോകാം, കൈയടിച്ച് പിരിഞ്ഞു പോകാം എന്ന് ഒരു വിഭാഗം നിങ്ങളിൽ തന്നെ ശക്തമായി വാദിക്കുന്നു എന്നൊരു വിഷയം കൂടി അവിടെ വരികയാണ്. ഫാദർ ആന്റണി വടക്കേക്കര, ഒരു കാര്യം അങ്ങ് തുറന്നു പറയണം, നിങ്ങൾക്ക് സഭയ്ക്ക് വിശ്വസിക്കാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ BJP? ഞാൻ 2 പ്രതികരണങ്ങൾ വായിക്കാം. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന സ്വാമി ചിദാനന്ദപുരിയുടെ പ്രതികരണം, നമുക്കിനി പോലീസും കോടതിയും വേണ്ട, വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തീരുമാനിക്കും ആര് കുറ്റവാളിയാണ് ആരല്ല എന്ന്. അത് ഇന്നത്തെ പോസ്റ്റാണ്. ഇനി കേരളത്തിൽ തന്നെ BJPയിൽ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നിങ്ങൾക്കൊപ്പം എന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ അങ്ങനെയല്ലാത്ത ഒരു കൂട്ടരും മറുഭാഗത്തുണ്ട്. കേരളത്തിൽ തന്നെയുള്ള BJPയുടെ ഒരു ഭാഗം. ഫാദർ ആന്റണി വടക്കേക്കര കേൾക്കാമോ? അദ്ദേഹത്തിൻ്റെ കോൾ കട്ടായിരിക്കും, ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ K. ഫ്രാൻസിസ് ജോർജ് MP, ഇപ്പോൾ ഇവിടെ BJP അധികാരത്തിലിരിക്കുന്നു, കുറേ കാലമായി കോൺഗ്രസ് അധികാരത്തിലില്ല, കേരളത്തിലില്ല, കേന്ദ്രത്തിലില്ല. അപ്പോൾ നേരത്തെ സഭാ നേതൃത്വങ്ങൾ കൃത്യമായി ബന്ധം സ്ഥാപിച്ചിരുന്നത് കോൺഗ്രസുമായിട്ടാണ്, UDF-ഉമായിട്ടായിരുന്നു. അതിൽ KM മാണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ അപ്പോൾ ഇടപെടുന്ന രീതിയിൽ അവരുടെ ഒരു പ്രവർത്തനം, അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഐക്യം, സാഹോദര്യം, അതൊക്കെ കൃത്യമായി നടന്നു പോയിരുന്നു. ഒരിടയ്ക്ക് അതിൽ ഒരു വിടവ് സംഭവിച്ചു. ആ വിടവിലേക്ക് BJP കൃത്യമായി എത്തുന്നു. BJPക്ക് അധികാരമുണ്ട്, അധികാര സ്ഥാനത്തുള്ളവരുമായി ബന്ധം എന്നുള്ളത് സഭയുടെ എല്ലാ കാലത്തെയും രീതിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേന്ദ്രത്തിൽ BJP-യാണ് കാലങ്ങളായി, അവരെ പിണക്കാൻ പറ്റില്ല എന്ന പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക്, പ്രായോഗിക നിലപാടിലേക്ക് സഭ പോയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ പോലും വെള്ളം ചേർക്കുന്ന ഒരു ദുർഗതി, അതല്ലാതെ മറ്റു മാർഗമില്ലാത്തൊരവസ്ഥയിലേക്ക് സഭ പോയി എന്ന് കരുതാമോ? അങ്ങ് തുറന്നു പറയണം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് അങ്ങ്. എത്രത്തോളം ഇപ്പോൾ സഭയുമായി കൃത്യമായി ഇക്കാര്യത്തിൽ സംവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? സഭയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു ഐക്യത്തോടുകൂടിയ തീരുമാനമില്ലല്ലോ. ഇല്ല, അതൊരു തെറ്റിദ്ധാരണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഈ സഭയുടെ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ കാത്തലിക് ചർച്ച്, ഇപ്പോൾ ക്രൈസ്തവ സമൂഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ പല പല സഭാ വിഭാഗങ്ങളുണ്ട്. അതിൽ ഞാൻ കാത്തലിക് ചർച്ച് എന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്. സീറോ മലബാർ സഭയിലെ അംഗമാണ്. കാത്തലിക് ചർച്ച് എന്ന് പറയുമ്പോൾ 3 വിഭാഗങ്ങളുണ്ട്, ലാറ്റിനുണ്ട്, മലങ്കരയുണ്ട്, സീറോ മലബാർ വിഭാഗമുണ്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ എടുക്കുന്ന ഒരു സമീപനമല്ല സഭ എടുക്കുന്നത്. സഭ പറയുന്നത് എന്താണ്? നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിൽ വരുന്ന നേതൃത്വത്തെ അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളെ, ഗവൺമെൻറ്റുകളെ ഞങ്ങളതിനെ ബഹുമാനത്തോടു കൂടി തന്നെ കാണുന്നു. അതല്ലാതെ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ നയങ്ങളുടെ പരിപാടികളുടെ കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ നിരന്തരമായി അവരുമായി ഒരു ശത്രുതാ മനോഭാവം അല്ലെങ്കിൽ ഒരു നിരന്തരമായ എതിർപ്പ് എന്നൊരു സമീപനമല്ല. അങ്ങനെയാണെങ്കിൽ പരിപാടികളുടെ കാര്യത്തിൽ നയങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എതിർക്കും. അത് രാഷ്ട്രീയമല്ലേ? അതൊക്കെ അല്ല അത് രാഷ്ട്രീയം എന്ന് വെച്ചാൽ അതൊക്കെ ഒരു ചുമ്മാ ഒരു വൈകാരികമായ ഒരു പ്രകടനം എന്നുള്ളൂ. ആ പ്രകടനത്തോട് ആരെങ്കിലും അംഗീകരിച്ചോ? ഇപ്പോൾ അഭിമന്യ പാംപ്ലാനി പിതാവ് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം ഒരു പൊതുയോഗത്തിൽ, സാധാരണഗതിയിൽ പിതാക്കന്മാർ അങ്ങനെയൊന്നും പറയാത്തതാണ്. ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നുണ്ടെന്ന് അവരൊരിക്കലും പറയാറില്ല. അതേ ഒരു സാധാരണ രീതിയിലൊരു കമൻറ്റ് നടത്തി, ഒരു വൈകാരികമായി. ഇപ്പോൾ കർഷകരുടെ പ്രശ്നങ്ങൾ, കാർഷിക പ്രശ്നങ്ങൾ, ഇപ്പോൾ വന്യമൃഗ ആക്രമണം, റബ്ബറിൻ്റെ വില തകർച്ച, കർഷകരും കാർഷിക മേഖലയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസത്തിൻ്റെ പേരിൽ ഒരു വൈകാരികമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു അല്പം ഒരു ലൈറ്റായിട്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തി എന്നുള്ളതല്ലാതെ ഇനിയിപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തി എന്ന് വെച്ചാൽ എല്ലാ ക്രൈസ്തവരും അല്ലെങ്കിൽ കത്തോലിക്കരായിട്ടുള്ള എല്ലാവരും പോയി BJPക്ക് വോട്ട് ചെയ്യും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല.
ഇവിടെ സഭ എടുക്കുന്ന ഒരു നിലപാട്, ഞാൻ അതാണ് പറഞ്ഞിട്ടുള്ളത്. സഭ എടുക്കുന്ന നിലപാടെന്ന് വെച്ചാൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിൽ കൊണ്ട് അത് ആരുമായിക്കൊള്ളട്ടെ, അതിപ്പോൾ BJP ആവട്ടെ, ഇടതുപക്ഷമാകട്ടെ, വലതുപക്ഷമാകട്ടെ, ആരുമായാലും അവരെ ഒരു റെസ്പെക്ട് ചെയ്യണം എന്നുള്ളൊരു സമീപനം, അടിസ്ഥാനപരമായ സമീപനമുണ്ട്. പക്ഷേ എടുക്കുന്ന നിലപാടുകൾ, തീരുമാനങ്ങൾ അത് തെറ്റ് എന്ന് സഭയ്ക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെതിരെ അഭിപ്രായം പ്രകടിപ്പിക്കും. അതിപ്പോൾ പക്ഷേ എന്താ പറയുക, വലിയ അക്രമമോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളുടെയും നടത്തുന്നത് വളരെ സമാധാനപരമായി ഞങ്ങൾ അതിനെ എതിർക്കേണ്ടതിനെ ഞങ്ങൾ എതിർത്തിരിക്കും. ഇതാണ് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ വിഭാഗങ്ങളും, ഇതിപ്പോൾ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട 2 കന്യാസ്ത്രീകളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് കത്തോലിക്കർ മാത്രമല്ലോ പ്രതിഷേധിച്ചത്, എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളിലും പെട്ടവർ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടായി. എന്തുകൊണ്ട്? ഈ സിസ്റ്റേഴ്സിന്റെ ഭാഗത്ത് ഇവർ ആരോപിക്കപ്പെടുന്ന ഒരു തെറ്റുണ്ടായിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നിയമം ലംഘിച്ചാല്, ഇപ്പൊ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. സിസ്റ്റേഴ്സ് ആണെങ്കിലും വൈദികരാണെങ്കിലും ആരാണെങ്കിലും നിയമം ലംഘിച്ചാൽ ആ നിയമം അനുസരിച്ചുള്ള നടപടി എടുക്കുന്ന തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇവര് ഈ പറയുന്ന ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്ര എന്താ പറയുക ഉറച്ച അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വികാര പ്രകടനം ഉണ്ടായത്. അവർ നിരപരാധികളാണ്. അവരെ വെറുതെ നമ്മുടെ ഈ രാജ്യത്ത്, ഇന്ത്യ പോലൊരു രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് മനുഷ്യാവകാശങ്ങൾ മണിപ്പൂരിൽ ആക്രമിക്കപ്പെട്ട വൈദികർ, മണിപ്പൂരിൽ തകർക്കപ്പെട്ട പള്ളികൾ, കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. 98 മുതലുള്ള കണക്കുകൾ കൃത്യമായി അച്ഛനും അറിയാം, സഭയ്ക്കും അറിയാം. 98 മുതലുള്ള സാഹചര്യം മാറിയത് എങ്ങനെയാ, അതിന്റെ കണക്കും അറിയാം. അവരൊക്കെ തന്നെയും നിരപരാധികളാണ്. ഇപ്പോഴും ആക്രമിക്കപ്പെടുന്നവർ നിരപരാധികളാണ്. ഈ പറയുന്ന 2 കന്യാസ്ത്രീകൾ, സിസ്റ്റർ വന്ദന, സിസ്റ്റർ പ്രീതി, ഈ പേരുകൾ പറയുന്നത് പോലെ മറ്റു പേരുകൾ നമുക്ക് ഓർമ്മയില്ലായിരിക്കാം, പക്ഷേ ഇഷ്ടം പോലെയുണ്ട്. കണക്കുകൾ വലുതാണ്. അതെ, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിനെതിരെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അത് ശരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനുശേഷമാണ് തൃശ്ശൂരിൽ നിന്നും ഒരു MP ഒരു കേന്ദ്ര സഹമന്ത്രിയെ കൊടുത്തത്, മറക്കരുത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള പ്രതികരണം അത് അതെ, അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുമല്ലോ. ഒരു കാര്യം ഞാൻ പറയാം. ഒരു അടിസ്ഥാന സമീപനം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോ ഏതെങ്കിലും ഒരു ബജ്രംഗ് ദൾ എതിർത്തു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഭാഗം എതിർത്തു എന്നുള്ളതിന്റെ പേരിൽ ഈ രാജ്യത്തെ ഹൈന്ദവ വിഭാഗം അല്ലെങ്കിൽ ഹിന്ദു സമൂഹം മുഴുവൻ പേർക്കും എതിരാണ് എന്നൊരു കാഴ്ചപ്പാട് സഭയ്ക്കുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ വ്യക്തിപരമായി എനിക്കുമില്ല. ഇത്ര ടോളറന്റ് ആയിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തെ ലോകത്ത് മറ്റൊരിടത്ത് ഒരുപക്ഷെ കാണാൻ കഴിയില്ല. പക്ഷേ ഇന്നിപ്പോ അതിന്റെ ആ സ്വഭാവം മാറ്റാനുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള സംഘടനകൾ നടത്തുന്നു. അതിനെ നമ്മൾ എതിർക്കണം. ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണ്. ഇത്ര മഹത്തായിട്ടുള്ള രാജ്യം വേറെ ഏതാണ് നമുക്ക് പറയാൻ കഴിയുക? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാ അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും സ്വീകരിക്കുന്ന, ഫ്രാൻസിസ് ജോർജ്, അത് നമുക്ക് അറിയാത്ത കാര്യമല്ല. അതാണ് ശ്രീ ആന്റണി വടക്കേക്കര കാര്യമല്ല. പക്ഷേ ഇത് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. അല്ല, കൂട്ടിക്കുഴയ്ക്കുന്ന ആരാണ്? അവരാണ് കൂട്ടിക്കുഴയ്ക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ശ്രീ ആന്റണി വടക്കേക്കര, ഇതിപ്പോൾ ജനാധിപത്യപരമായി പ്രവർത്തിച്ചവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള വിഷയമാണല്ലോ നമ്മളിപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ കാര്യം വിടാം. ഛത്തീസ്ഗഡ് സർക്കാർ വേറെ, അതൊരു വേറെ ലോകം. കേരളത്തിന് പുറത്തേക്ക് പോയാൽ മറ്റൊരു ലോകം, വടക്കേ ഇന്ത്യ മറ്റൊരു ലോകം എന്നൊക്കെ പറയാമെങ്കിലും കേരളത്തിലെ സ്ഥിതി എങ്ങനെയാണ്? കേരളത്തിലെ BJP വിഷയത്തിൽ 2ആയിരിക്കുന്നു. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ നിങ്ങളുടെ രക്ഷകരായി വരുന്നു. ഇപ്പോൾ പാർട്ടിയിലേക്ക് തന്നെ ക്രിസ്ത്യൻ പ്രതിനിധിയെ ഉൾപ്പെടുത്തുന്നു. ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പുറത്തൊരു വിഭാഗം നടത്തിയിരിക്കുന്ന പ്രതികരണം ഞാൻ വായിക്കാം. വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും സംഘത്തിന്റെ പരിവാർ സംഘടനകളാണെന്ന അടിസ്ഥാന ധാരണ പോലും ഇല്ലാത്തൊരാൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് പിന്നിൽ സഭകളുടെ വലിയ ഇടപെടലുണ്ട്. നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വന്നത് മുതൽ ഇന്ത്യയിൽ ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനം ഏറെക്കുറെ നിലച്ചിരിക്കുകയാണ്. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് അവരുടെ സ്വപ്നങ്ങൾ കരിച്ചു കളഞ്ഞത്. അടുത്ത വരി ശ്രദ്ധിക്കണം. 2050ഓടെ ഇന്ത്യയെ ക്രൈസ്തവവൽക്കരിക്കാനുള്ള ഇവാഞ്ചലിസ്റ്റുകളുടെ പ്ലാൻ 11 വർഷമായി വർക്കൗട്ട് ആവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങളൊരു വലിയ പ്ലാനുമായിട്ട് പ്രവർത്തിക്കുകയാണ്. 1.5 പതിറ്റാണ്ടായി ഗോവയിൽ BJP സർക്കാർ ഭരിക്കുന്നതും നോർത്ത് ഈസ്റ്റിലേക്ക് പാർട്ടി പടർന്നു പിടിച്ചതും കുരിശു കൃഷിക്കാർക്ക് സൃഷ്ടിച്ച തടസ്സം ചില്ലറയൊന്നുമല്ല. അപ്പോൾ എന്തിനേറെ പറയുന്നു, ഓൾ ഇന്ത്യ മതപരിവർത്തനത്തിന്റെ പ്രഭവ കേന്ദ്രമായ കേരളത്തിൽ പോലും താമര വിരിഞ്ഞു.
മണിപ്പൂരിൽ ഡീപ് സ്റ്റേറ്റ് നടത്തിയ അട്ടിമറി നീക്കം പൂർണ്ണമായി വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പോകുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20% വോട്ടും 1 സീറ്റും നേടി കേരളത്തിൽ BJP ശക്തമായ മുന്നേറ്റം നടത്തുന്നുണ്ട്. ഇത് അവസരമായി കണ്ട് സഭ BJP ദേശീയ നേതൃത്വത്തെ സമീപിക്കുകയാണ്. FCRI ഫണ്ട് നിയന്ത്രണമെന്ന പതിവ് തർക്കം മറച്ചുവെച്ച് BJPയുമായി വിലപേശൽ ആരംഭിക്കുന്നു. അതങ്ങ് നീണ്ടു പോവുകയാണ്. ഈ വരികളിൽ നിന്ന് തന്നെ അങ്ങേക്ക് അറിയാമല്ലോ, ഇവിടെ കേരളത്തിലെ BJPയിൽ ഒരു വിഭാഗം നടത്തിയ പ്രതികരണമാണ്. അങ്ങ് ശ്രദ്ധിക്കണം. ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് സഭ? സ്മൃതി, കഴിഞ്ഞ 9 ദിവസമായി റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും സഭാ നേതൃത്വവും സഭാവിശ്വാസികളും രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ നമ്മളൊരു ഫോക്കസ്ഡ് ആയിരുന്നു ഒരു വിഷയത്തിൽ. 10ാം ദിവസമായി ഇന്ന് ആ വിഷയത്തിൽ നിന്നും റിപ്പോർട്ടർ ചാനൽ മാത്രം വിചാരിച്ച് അതിൻ്റെ ഫോക്കസ് മാറ്റുകയും അതിന് രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരുടെ ഇടയിലുള്ള ഒരു വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള സ്മൃതിയുടെയും റിപ്പോർട്ടർ ചാനലിൻ്റെയും ഈ ഗൂഢശ്രമത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിന് നിന്ന് തരാൻ ഞങ്ങളില്ല. കാരണം ഞാൻ വ്യക്തമായി തന്നെ ഈ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ മുട്ടുകുത്തിച്ചോ എന്നുള്ള നിങ്ങൾ എഴുതി കാണിക്കുന്ന വെണ്ടയ്ക്ക അക്ഷരത്തിലുള്ള എഴുത്തിന് മറുപടി ഇതാണ്: ബജ്രംഗ് ദളിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മതിയായ തെളിവുകളില്ലാതെ തെറ്റായി രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കുന്നതിന് വേണ്ടി അവരെ മുട്ടുകുത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് വ്യത്യസ്തമായി യാതൊരു നിലപാടുകളുമില്ല. എല്ലാ സഭാപിതാക്കന്മാരും ഈ കാര്യത്തിൽ ഉറച്ച ശബ്ദത്തോടു കൂടെ തന്നെ സംസാരിച്ചത് നമ്മളെല്ലാവരും കേട്ടതാണ്. അതിന് വ്യത്യസ്തമായി യാതൊരു അഭിപ്രായങ്ങൾക്കും ഇടയില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാനില്ല. BJP എന്ത് തീരുമാനിക്കുന്നു, അതിനൊരു ഫ്രാക്ഷൻ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതും നമ്മുടെ വിഷയമേ അല്ല. പക്ഷേ സഭയ്ക്കെതിരെ ഉയർത്തുന്ന ഗുരുതരമായ ആരോപണങ്ങളോട് സഭയ്ക്ക് പ്രതികരണമില്ലേ? ആന്റണി വടക്കേക്കര, സഭയ്ക്കെതിരെ ഉയർത്തുന്ന ഗുരുതരമായ ആരോപണങ്ങളോട് സഭയ്ക്ക് മറുപടിയില്ലേ? അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്രകാരം ആരെങ്കിലും അവിടെയും ഇവിടെ ഇരുന്ന് പറയുന്ന പ്രതികരണങ്ങളെ ഒരു ചാനലിൽ കൊണ്ടുവന്ന് നിങ്ങൾ ചർച്ചയാക്കി മാറ്റി അത് രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ മതപരമായി മേലധ്യക്ഷന്മാരുടെ ഇടയിലുള്ള വ്യത്യസ്തമായ നിലപാടുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ ശ്രമം അത് നിങ്ങളുടെ മാത്രം ശ്രമമാണ്. മാധ്യമങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടാകും, ഞങ്ങൾക്കതിൽ താല്പര്യമില്ല. ഞങ്ങളുടെ താല്പര്യം എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ്? കന്യാസ്ത്രീകൾ ഇപ്പോൾ ജാമ്യത്തിലാണ്. ഞാനത് പറഞ്ഞു തീർക്കട്ടെ. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശക്തമായ നിലപാടുമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബജ്രംഗ് ദളിന്റെ പ്രവർത്തകയായ ജ്യോതി ശർമ്മ പോലീസിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെയാണ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസെടുത്ത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്യുകയും അവരെ അർഹിക്കുന്ന ശിക്ഷ, മാതൃകാപരമായ ശിക്ഷ നൽകുകയും ചെയ്യണമെന്നുള്ള കാര്യം വളരെ സുചിന്തിതമായി തന്നെ പറയാണ്. പറഞ്ഞു തീരട്ടെ സ്മൃതി. അതുമായി ബന്ധപ്പെട്ട് CBCI എന്ന് പറയുന്ന ഭാരതത്തിലെ മെത്രാൻ സമിതി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. അതോടെ ASM ഗ്രീൻ കേസിൽപ്പെട്ട സിസ്റ്റർമാരാണ് അറസ്റ്റിലായപ്പെട്ട ജാമ്യം ലഭിച്ച സിസ്റ്റർമാര്. അവരുടെ നേതൃത്വം അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി കഴിഞ്ഞു. ഈ കേസിന് വേണ്ടിയിട്ട് പുറകെ നടന്നത് റായ്പൂർ രൂപതയുടെ ആർച്ച് ബിഷപ്പും അവിടുത്തെ വൈദികരുമാണ്. അവരതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതിൽ വശംവദരായി തീർന്ന അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടു പോയ 3 പെൺകുട്ടികൾ കൃത്യതയോടുകൂടെ തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പീൽ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ജ്യോതി ശർമ്മ എന്ന് പേരുള്ള ഈ സ്ത്രീയും അവരോട് കൂടെ വന്നവരും പറഞ്ഞ വാക്കുകൾ ഞാൻ ആ ഹിന്ദിയിൽ അവർ പറയുന്ന വീഡിയോയിൽ നിന്നും അതിന് മലയാള പരിഭാഷയൊന്നും എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? മുഖം ഞാൻ അടിച്ചു പൊട്ടിക്കും, പറഞ്ഞേക്കാം. വായ മൂടി ഇരുന്നാൽ മതി. ഞാൻ തെളിയിച്ചു പറയുകയാണ്, ഞങ്ങൾ ഗുണ്ടകൾ തന്നെയാണ്. വലിച്ചിറക്കി പുറത്തു കൊണ്ടുപോയി റോഡിലിട്ട് ഞങ്ങൾ തല്ലും. എന്താണ് മനസ്സിലായത്? എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ 2 എണ്ണം തരട്ടെ. ഇപ്രകാരമുള്ള വാക്കുകൾ ഇന്ന് പെൺകുട്ടികൾ 3 പേരും റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടറോടല്ലേ സംസാരിച്ചത്? നേരിട്ട അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? അവരെ റേപ്പ് ചെയ്യുമെന്ന ഭീഷണിയും ഉണ്ടായിരുന്നു. അത് പുറത്തുനിന്നുള്ള ഭീഷണിയല്ല, അകത്ത് മുറിയിൽ കൊണ്ടുപോയിട്ടാണ് ഈ ഭീഷണിപ്പെടുത്തൽ. 3 പേരും വ്യത്യസ്ത മുറികളിൽ വെച്ചാണ് അവരെ ഭീഷണിപ്പെടുത്തിയത്, മുഖത്തടിക്കുകയും ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ അതിൽ ആരെങ്കിലും ഒരാളുടെ മൊഴി മാറ്റിയാൽ മതിയല്ലോ, അതിനുവേണ്ടിയാണ് ആ ശ്രമം നടത്തിയത്. പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ്.
ഇപ്രകാരമുള്ള പലതരത്തിലുള്ള അവരെ മർദ്ദിച്ചുവെന്നും അതിൽ ആൺകുട്ടിക്ക് ചെവിക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടികളോട് 3 പേരോടും വേറെ വേറെ മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി അവരെ പോലീസിന് മുൻപിൽ വെച്ച് ബജ്റംഗ് ദളിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും ചോദ്യം ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവുക, അവരുടെ ബാഗുകൾ പരിശോധിക്കുക, അതിൽ ബൈബിള് കണ്ടപ്പോൾ ബൈബിൾ എടുത്ത് വലിച്ചെറിയുക. ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണ്? എന്തായാലും ഇത് എൻ്റെ ഇന്ത്യ അല്ല അങ്ങനെ നടക്കുന്ന ഇന്ത്യ, അത് നമ്മുടെ ഇന്ത്യ ആകരുത് അങ്ങനെ നടക്കുന്ന ഇന്ത്യ. ഫാദർ ആന്റണി വടക്കേക്കര, കുറച്ചു കാലമായി അവിടെ അതൊക്കെ നടക്കുന്നുണ്ട്. ഫാദർ ആന്റണി വടക്കേക്കര, ഇന്നിപ്പോൾ സിസ്റ്റർ പ്രീതിയുടെ സഹോദരൻ നമ്മളോട് സംസാരിച്ചു രാവിലെ ഈ പെൺകുട്ടികളുടെ പ്രതികരണത്തിന് ശേഷം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കന്യാസ്ത്രീകൾക്ക് ഇപ്പോൾ അവിടെ കേസുണ്ട്, ആ കേസുമായി ബന്ധപ്പെട്ട് അവിടെ തുടരേണ്ടി വരും, അതിനുശേഷം അവിടെ പ്രവർത്തിക്കണമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്, അവിടെ പ്രവർത്തിക്കാനാകുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്, സഭയെ സംബന്ധിച്ച ആശങ്കയുണ്ടോ? അവിടെ ഈ ഛത്തീസ്ഗഡ് പോലുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെ ഈ പറയുന്ന കന്യാസ്ത്രീകളുടെ വേഷം ധരിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ബൈബിള് കണ്ടാൽ ഹാലിളകുന്ന അവസ്ഥ, കൊന്ത കണ്ടാൽ ഹാലിളകുന്ന അവസ്ഥ, അവരെങ്ങനെ പ്രവർത്തിക്കും ഫാദർ? മതേതര ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് നമുക്ക് നൽകുന്ന ചില ഉറപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെയും നമ്മുടെ മതസ്വാതന്ത്ര്യം, അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പൗരാവകാശങ്ങൾ ഇവയുടെ നിഷേധമാണ് സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ലല്ലോ. അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഞങ്ങൾ എവിടെയാണെങ്കിലും, മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടുന്ന എവിടെയാണെങ്കിലും അവിടെയൊക്കെയും സ്വതന്ത്രമായി ഇപ്രകാരം ഒരു കാര്യം ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും മതപരമായ ഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യത്തല്ല ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ളത് സ്മൃതിക്കും അറിയാം, എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയും നമുക്ക് അനുവദനീയമായ ഭരണഘടന തന്നിരിക്കുന്ന അനുവാദങ്ങൾക്കനുസരിച്ച് മാത്രമേ ഞങ്ങൾ ജീവിക്കുന്നുള്ളൂ, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ആഘോഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ ഞങ്ങൾക്ക് ആഘോഷിക്കണമെങ്കിൽ ബജ്റംഗ് ദളിന്റെ അല്ലെങ്കിൽ സംഘപരിവാരങ്ങളുടെ അനുവാദം വേണമെന്നൊക്കെയുള്ള തിട്ടൂരങ്ങളൊന്നും നടപ്പാകാൻ പോകുന്ന സ്ഥലമല്ല എന്ന് കൃത്യതയോടുകൂടെ തന്നെ പറയാം. ന്യൂനപക്ഷങ്ങൾ സംഘപരിവാരത്തിന്റെ അല്ലെങ്കിൽ ബജ്റംഗ് ദൾ പോലെയുള്ള തീവ്ര വർഗീയ സംഘടനകളുടെ തിട്ടൂരത്തിന് വേണ്ടി നോക്കി നിൽക്കേണ്ടുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് കയ്യം കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. യാതൊരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MP ശ്രീ ഫ്രാൻസിസ് ജോർജ് ഇവിടെ പറഞ്ഞു, സഭാ നേതൃത്വത്തിന് ഇക്കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള വിഭാഗീയതയുമില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി വളരെ ഫോക്കസ്ഡായി മാധ്യമങ്ങളോട് ചേർന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങളോട് ചേർന്ന് ഈ കാര്യങ്ങളിൽ മുൻപോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മുടെ സഹോദരൻ വലതു നിരീക്ഷകനായി വന്നിരിക്കുന്ന മിഥുൻ നമ്മളെ അല്പം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവിടെ യാതൊരു തരത്തിലുമുള്ള കേസ് നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഒരു സാഹചര്യത്തിലാണ് ആ കുട്ടികളെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നത്, ഈ സിസ്റ്റേഴ്സിനെതിരായിട്ട് അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത്. ആരാണ് ഈ TTRന് ബജ്റംഗ് ദളിന്റെ പ്രവർത്തകരെ വിളിച്ച് ഇവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശം കൊടുത്തത്? ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണോ? അതുപോലെ തന്നെ നമ്മുടെ പ്രമോദ് പുഴങ്കരി ഇവിടെ സംസാരിക്കുകയുണ്ടായി, മതമേലധ്യക്ഷന്മാര് BJPയുമായിട്ട് സന്ധി ചെയ്യുന്നു എന്നൊക്കെ. രാഷ്ട്രീയ പാർട്ടികളോട് എല്ലാവരോടും ഞങ്ങൾക്ക് ഒരേ അകലവും ഒരേ തരത്തിലുള്ള അടുപ്പങ്ങളുമാണ് എന്നുള്ളത് ഞങ്ങളുടെ സുചിന്തിതമായ തീരുമാനവും അടുപ്പം പുലർത്തുമോ? ഉപദ്രവിക്കുന്നവരോടും അടുപ്പം പുലർത്തുമോ? അത് കേന്ദ്ര സർക്കാരിനോടായാലും സംസ്ഥാന സർക്കാരിനോടായാലും സർക്കാരുകൾ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ സർക്കാരുകളോട് തീർച്ചയായും അതേ മനോഭാവത്തോടുകൂടെ തന്നെയാണ് എന്നും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് കോൺഗ്രസിന്റെ സർക്കാരാകട്ടെ, അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സർക്കാരാകട്ടെ, അല്ലെങ്കിൽ BJPയുടെ സർക്കാരാകട്ടെ, നമ്മളെ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാന ഗവൺമെന്റിനോടും പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും അല്ലെങ്കിൽ മന്ത്രിസഭയോട് നമുക്ക് എന്തിനാണ് ഇപ്രകാരമുള്ള ഒരു പകയോടുകൂടെ പെരുമാറേണ്ട കാര്യം? ഭയമാണോ ഭരിക്കുന്നതെന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. ഭയമാണോ ഭരിക്കുന്നതെന്ന ചോദ്യം അവിടെ. ശ്രീ പ്രമോദ് പുഴങ്കര, ഭയം ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഭയത്തിന്റെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനോട് വിധേയപ്പെടുക, ഭയപ്പെടുക എന്നുള്ളതൊരു അവസ്ഥയാണ്. അവസ്ഥയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ?
തീർച്ചയായും കുറ്റപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഭയത്തെയും ഫാഷിസ്റ്റ് ഭീകരതയെയും സ്വാഭാവികതയായി അംഗീകരിക്കുന്നൊരു മതനേതൃത്വത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനാ നേതൃത്വത്തെയോ ഫാഷിസത്തിൻ്റെ പിണിയാളുകളും കൂട്ടാളികളുമായിട്ടേ കാണാൻ കഴിയൂ. ഞങ്ങൾക്ക് ഭയമാണ്, അതുകൊണ്ട് ഫാഷിസ്റ്റ് രാജാവെ ജയ് ജയ് എന്ന് വിളിക്കുന്നവരെ നമുക്ക് ആവശ്യമില്ല. ഫാഷിസത്തിനെതിരെ ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പ്രവർത്തകരും ജനാധിപത്യ വിശ്വാസികളും എല്ലാം കടുത്ത രീതിയിൽ പ്രതിഷേധിക്കുകയും ജയിലിൽ പോവുകയും തെരുവുകളിൽ പോരാടുകയും ഒക്കെ ചെറുതും വലുതുമായ രൂപത്തിൽ ചെയ്യുന്ന കാലത്ത് ഞങ്ങൾക്ക് പേടിയുണ്ട്, ഞങ്ങളുടെ മടിയിൽ കനമുണ്ട്, അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് ജയ് എന്ന് വിളിച്ചിട്ട് നിങ്ങളെ എല്ലാവരും നിങ്ങളൊക്കെ വളരെ ശരിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇവിടെ ഇപ്പോൾ പറയുന്നൊന്നുമല്ല. പ്രസംഗം അങ്ങും വായിച്ചിരിക്കുമല്ലോ ശ്രീ പ്രമോദ് പുഴങ്ങര. അതിശക്തമായ വാക്കുകളാണ് ഉള്ളത്. സംഘപരിവാറിനെതിരെയുള്ള രൂക്ഷ വിമർശനമാണ്. കള്ളക്കേസിൽ കുടുക്കിയ സംഘപരിവാർ സംഘടന എന്ന് പറയുന്നു. വർഗീയ കൂട്ടങ്ങൾ ഇവിടെ തന്നെയുള്ളതിനാൽ ആരും പിരിഞ്ഞു പോകരുത് എന്ന് ആഹ്വാനം ചെയ്യുന്നു. ന്യൂനപക്ഷങ്ങളുടെ മുഖമടച്ചു പൊളിക്കാൻ വർഗീയവാദികൾ നാട് നിരങ്ങിയാണെന്ന് പറയുന്നു. ഇതാണോ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പരിഹസിക്കുന്നു. ഭരണഘടനയോട് ബഹുമാനമുണ്ടെങ്കിൽ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. വർഗീയവാദികൾക്ക് മുന്നിൽ ഈ കേന്ദ്ര സർക്കാർ പത്മാസനത്തിലിരിക്കുകയാണ് എന്നതടക്കമുള്ള വാചകങ്ങൾ ദീപികയുടെ മുഖപ്രസംഗത്തിലുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ഷാലോ ആൻഡ് ഹോളോ റെറ്ററിക്കിനപ്പുറം കൃത്യമായൊരു രാഷ്ട്രീയ നിലപാടായിട്ടാണ് മാറേണ്ടത്. ഇവിടെ പറഞ്ഞു ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് കാണില്ല, എല്ലാവരോടും ഒരേ ആകില്ല, അങ്ങനെയല്ല. സംഘപരിവാറിൻ്റെയും ഹിന്ദുത്വ ഫാഷിസ്റ്റ് പൊളിറ്റിക്സും എന്ന് പറയുന്നത് മറ്റു തരത്തിലുള്ള ഒരു രാഷ്ട്രീയം പോലെയല്ല. കമ്മ്യൂണിസ്റ്റുകാരെ, മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, ന്യൂനപക്ഷങ്ങളെ എല്ലാം എല്ലാ തരത്തിലും ഒരു ഫൈനൽ സൊല്യൂഷൻ എന്നുള്ള പോലെ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു രാഷ്ട്രീയ പദ്ധതിയാണത്. അതിനെയും നിങ്ങളിവിടുത്തെ കേരള കോൺഗ്രസ് ഒരേപോലെയാണോ കാണുന്നത്? അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളെയും കോൺഗ്രസിനെയും BJP-യെയും ഒരുപോലെ കാണുന്നു എന്ന് പറയുന്നത് തന്നെ കാപട്യവും കള്ളത്തരവുമാണ്. അങ്ങനെയല്ല അത് വേണ്ടത്. ഇങ്ങനെ എല്ലാ മനുഷ്യർക്കും ജനാധിപത്യ മതേതര പൗരാവകാശ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ഈ രാജ്യത്തിൻ്റെ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ള ഘടനയെ തന്നെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണെന്നാണോ പറയേണ്ടത്? എന്ന് മാത്രമല്ല, നിങ്ങളൊന്ന് നോക്കൂ, ഈ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം അന്നൊക്കെ മോദി അധികാരത്തിൽ വരുന്നത് എങ്ങനെയാ? ന്യൂനപക്ഷങ്ങൾക്കെതിരെ. ഇപ്പോൾ കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വ്യാജമായ നരേറ്റീവ് ഉണ്ടാക്കിയപ്പോൾ അതിനെ ഏറ്റവും അധികം പിന്തുണച്ചതും അങ്ങനെ ഒരു ലവ് ജിഹാദ് ഉണ്ടെന്നും ഇവിടെ മുസ്ലിങ്ങൾ ക്രിസ്ത്യൻ പെൺകുട്ടികളെയൊക്കെ മതം മാറ്റാൻ ശ്രമിക്കുന്നു വിവാഹബന്ധത്തിലൂടെ എന്നൊക്കെ പ്രചരിപ്പിക്കാൻ കൂട്ടുനിന്നത് കത്തോലിക്ക സഭയാണ്. ദേ ഹാവ് ടു അപ്പോളജൈസ് ഫോർ ദാറ്റ്. എന്ന് മാത്രമല്ല, ഒരൊറ്റ കാര്യം കൂടി ഞാനിവിടെ പറയാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഗുജറാത്ത് കലാപത്തിന് ശേഷം ഇന്ത്യയിൽ അതിഭീകരമായ രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ജനാധിപത്യ പ്രവർത്തകർക്കെതിരെയും വേട്ട നടക്കുന്ന സമയത്ത് സ്റ്റാൻ സ്വാമിയെ പോലെ വയോവൃദ്ധനായിട്ടുള്ള ഒരു പുരോഹിതനെ വെള്ളം കുടിക്കാൻ ഒരു ചെറിയ സ്ട്രോ പോലും കൊടുക്കാതെ തടവറയിൽ കൊല്ലുന്ന ഒരു ഭരണകൂടത്തിൻ്റെ സ്വഭാവം ഒരു മറയുമില്ലാതെ ഇരുന്ന കാലത്ത് നിങ്ങളുടെ ആർച്ച് ബിഷപ്പ് ഇവിടെ ക്രിസ്മസിന് വിരുന്നിന് വിളിച്ച മോദിയോട് പറഞ്ഞത് ഞാൻ വായിക്കാം. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, യുവർ വിഷൻ ഫോർ എ യുണൈറ്റഡ് ആൻഡ് പ്രോഗ്രസീവ് ഇന്ത്യ അക്കോസ് ദ ഗോസ്പൽ വാല്യൂസ് ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് സർവീസ് ടു ഓൾ എന്നാണ് പറഞ്ഞത്. അതായത് ഗോസ്പൽ വാല്യൂസ് പാലിക്കുന്ന ഒരാളാണ് സംഘപരിവാറിൻ്റെ നേതാവായ നരേന്ദ്രമോദി എന്ന് പറയുകയും അദ്ദേഹത്തിനൊപ്പം അത്താഴമുണ്ട്, എല്ലാം നമ്മൾ തമ്മിൽ തീർപ്പാക്കിയാൽ മതി എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സഭാ നേതൃത്വം എന്ന് പറയുന്നത് നിങ്ങൾ വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ഇരകൾക്കൊപ്പം കപടമായി കരയുകയും ചെയ്യുകയാണ്. അല്ലെന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ പോരാട്ടത്തിനൊപ്പം അണിനിരക്കണം. മിഥുൻ വിജയകുമാർ, ഇപ്പോൾ രാജ്യത്താകെ ക്രിസ്ത്യാനികൾ 2.3% ഉള്ളെങ്കിലും കേരളത്തിൽ അത് 18%ആണല്ലോ. അപ്പോൾ BJP-ക്ക് ജയിക്കണമെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് വേണം എന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത്. അപ്പോൾ BJP ഇവിടെ ജയിക്കണ്ട എന്നൊരു നിലപാട് വലത് നിരീക്ഷകനായ മിഥുനുണ്ടോ? സ്മൃതി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഞാൻ ഓരോന്നോരോന്നായിട്ട് വരാം. സ്മൃതിയുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരും. ഇവിടെ സംഘപരിവാറിന്റെ ഫാസിസത്തെക്കുറിച്ച് ഉറക്കെ വിളിച്ച് പറയുന്ന ഇടതുപക്ഷത്തിന്റെ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മധു എന്ന ട്രൈബൽ യുവാവിനെ തല്ലിക്കൊന്ന കേരളത്തിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം സംഘപരിവാറിന്റെ ഫാസിസത്തെക്കുറിച്ച് ഇത്രയും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് ഞാൻ വിനീതമായി ഒരു കാര്യം പറഞ്ഞിട്ട് ആ വിഷയം വിടാം. കാരണം അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന് സമയം ഉണ്ടാവില്ല. CPM-ന്റെ രാഷ്ട്രീയം നമ്മൾ വിശകലനം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ബംഗാളിൽ 70-കളിൽ നടന്ന കൊലപാതകം മുതൽക്ക് കേരളത്തിലെ ബോംബ് അതാ ഞാൻ പറഞ്ഞത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അദ്ദേഹത്തോട് ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട്, അദ്ദേഹം ഇത്രയും വലിയ ഫാഷിസത്തെ കുറിച്ച് പറയുന്ന ആളല്ല, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഈ എന്റെ കൂടെ കേരളം ചർച്ച ചെയ്താണ് ഒരുപാട്. വിജയകുമാർ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം.
അപ്പം സംഘപരിവാറിന്റെ ഫാഷിസം എന്താ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണോ? അപ്പൊ ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് വരാം. ഈ ചെറിയ ഒരു എക്സാമ്പിൾ എനിക്ക് പറയാനുള്ളത്, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞാണ്, അവന്റെ അച്ഛൻ ഡോക്ടറാണ് വെസ്റ്റ് ബംഗാളിൽ. അപ്പൊ 70കളിൽ അവർക്ക് ഈ ബോഡീസ് വേണമെങ്കിൽ അവർക്ക് അവരുടെ ഈ പറഞ്ഞ പോലെ MBBS പഠിക്കുന്ന സമയത്ത് ഡെഡ് ബോഡി ഒക്കെ വെച്ചിട്ടാണ് അവർ പഠിക്കുക. അപ്പൊ അതിനുവേണ്ടി കോപ്സ് അവർക്ക് വേണമെങ്കിൽ വൈകുന്നേരം ഒന്ന് ഈ ചന്തയിലൂടെ ഇറങ്ങി നടന്നാൽ മതി, അവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ബോഡി കിട്ടും. അതായിരുന്നു CPM ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്ന വെസ്റ്റ് ബംഗാളിന്റെ അവസ്ഥ. അപ്പം CPMന്റെ ഭരണത്തിന്റെ മികവിനെ കുറിച്ചൊന്നും എനിക്ക് അപ്പൊ ഭരണത്തിലുണ്ടോ അപ്പൊ അവിടെ? അല്ല, അതിന്റെ അവസാനം എന്തായി? ഭരണത്തിലുണ്ടോ? വട്ടപൂജ്യം അങ്ങനെ ആർക്കും സംഭവിക്കാം. ആ വട്ടപൂജ്യം അതൊരു പാഠമാണെങ്കിൽ അങ്ങനെ സ്വീകരിക്കും. അത് മനസ്സിലാക്കിയിട്ട് വേണം, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു പാഠമായി സ്വീകരിക്കൂ. ഞാൻ ഇതിലേക്ക് വരാം. ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ശ്രീ ആന്റണി കൂടെ പറഞ്ഞൊരു കാര്യമാണ്, കാരണം ഇവിടെ ബജറംഗ് ദൾ ഇടപെട്ടു, അതുകൊണ്ട് ഈ കേസ് വഴിതിരിച്ചു വിടുന്നു എന്നൊക്കെയാണ്. നോക്കൂ, ഇവിടെ നടന്ന സംഭവം TTR പ്ലാറ്റ്ഫോം ടിക്കറ്റ് പരിശോധിക്കുന്നു, അതില്ല. ആധാർ കാർഡ് ചോദിക്കുന്നു, അതില്ല. ഗവൺമെന്റ് റെയിൽവേ പോലീസ് ഇല്ല ഇല്ല എന്ന് താങ്കൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ മിഥുൻ? അല്ല, അതാണല്ലോ FIR ഉള്ള കാര്യങ്ങൾ. അല്ലല്ല, കള്ള FIR ആണല്ലോ, അതാണല്ലോ മാറ്റണം. താങ്കൾക്ക് എങ്ങനെ അറിഞ്ഞു എനിക്കറിയില്ല. FIR കള്ളനെ കുറിച്ചാണല്ലോ നമ്മൾ ഇവിടെ തുടങ്ങിയത് തന്നെ ചർച്ച. തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ ഇടപെട്ടില്ലല്ലോ. സിസ്റ്റർമാരുടെ കയ്യിൽ, സഹോദരിമാരുടെ കയ്യിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള റെയിൽവേ ടിക്കറ്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ രേഖകളൊക്കെ ആരാണ് ചോദിക്കുന്നത്? ബജറംഗ് ദളിനാണ് രേഖ കാണിക്കേണ്ടത്. ബജറംഗ് ദളിനാണ് രേഖ കാണിക്കേണ്ടത്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നതെന്ന് മിഥുൻ ഒന്ന് പറയാമോ? ഒറ്റ കാര്യം ചോദിച്ചാൽ നിർത്താം. ബജറംഗ് ദളിന്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും തിട്ടൂരൊന്നും ഇറക്കല്ലേ? സംസാരിക്കാൻ അനുവദിക്കൂ. താങ്കൾക്ക് ഇത്രയും ശരിയല്ല, അത് ശരിയല്ല. CRPC 154 പ്രകാരം പോലീസ് സൂപ്രണ്ടിന് കേസ് കൊടുക്കാം. താങ്കൾ പോയോ? അല്ലെങ്കിൽ സഭ ഇടപെട്ടോ? CRPC 156 പ്രകാരം മജിസ്ട്രേറ്റ് കോടതിയിൽ സമീപിക്കാം. ബജറംഗ് ദളിന് നേരെ ഒരു കേസ് പോയതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ബജറംഗ് ദളിനെതിരെ പരാതി പറഞ്ഞ പെൺകുട്ടികളുടെ പരാതി എഴുതിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. പത്രം വായിക്കൂ, പെൺകുട്ടികളുടെ പ്രതികരണം കേൾക്കൂ, പ്രതികരണം കേൾക്കൂ. ട്രൈബൽ കമ്മീഷൻ ഉണ്ട്, ഇവരൊന്നും എടുത്ത് പോയിട്ടില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് വാർത്തയിൽ വന്നിട്ട് ചർച്ചയിൽ വന്നിട്ട് നമ്മളിങ്ങനെ പറയുകയാണ് നിങ്ങൾക്ക് പാവം പെൺകുട്ടികളെ റേപ്പ് ചെയ്യുമെന്ന ഭീഷണിയെ കുറിച്ച് ഒന്നും പറയാനില്ല മിഥുന്. ഇതുവരെ ഒന്നും പറയാനില്ല. ആ പെൺകുട്ടികൾ തുറന്നു പറഞ്ഞതിനെ കുറിച്ച് ഒരു അക്ഷരം പറയാനില്ല മിഥുന്. താങ്കൾക്ക് തരുന്നുണ്ട്, താങ്കൾ കേൾക്കാൻ തയ്യാറല്ല. ഞാനിവിടെ പറഞ്ഞത് ബജറംഗ് ദൾ ഇടപെട്ടെങ്കിൽ അവർക്ക് നേരെ കേസെടുക്കണം. അവർക്ക് അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്താൻ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞല്ലോ. ഇവിടെ നമുക്കെന്താ ഒരൊറ്റ ലെയർ ഓഫ് എന്താ പറയുക ലീഗൽ ഓപ്പർച്യൂണിറ്റി മാത്രമേ ഉള്ളൂ, ഒരു ലീഗൽ അവന്യൂ മാത്രമേ ഉള്ളൂ. പോലീസ് കേസെടുത്തല്ലേ മജിസ്ട്രേറ്റ് കോടതി പോകണം. SP-നെ സമീപിച്ചോ? മജിസ്ട്രേറ്റ് കോടതി അതിനാൽ തന്നെ കേസെടുക്കാൻ സാധിക്കുന്ന കാര്യമാണ് എന്ന് ഇരട്ടത്താപ്പുകൾ ചെയ്യുന്ന ഒരു കാരണവശാലും ശരിയല്ല, അംഗീകരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ദയവ് ചെയ്ത് അപ്രകാരം പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സംസാരിക്കാൻ പാടില്ല. സഭ കയ്യും കെട്ടി നോക്കി നിൽക്കുകയല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ട് പോകുന്നു? എന്തുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ പോകുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സഭ മിഥുൻ പറയൂ, എന്തുകൊണ്ടാണ് 9 ദിവസങ്ങൾക്ക് ശേഷം ഈ സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ചത്? എന്തുകൊണ്ടാണ്? NIA-ക്ക് വിട്ട കേസല്ലേ നിങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് വിട്ട കേസിൽ എന്തുകൊണ്ടാണ് 9 ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ചത്? മനുഷ്യക്കടത്ത് ആരോപിച്ച് NIA കോടതിയിലേക്ക് വിട്ടതാരാണ്? അപ്പൊ ഇവിടെ ഛത്തീസ്ഗഡിലെ സംഭവത്തിന്റെ 1-ാം അധ്യായം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. ഇത് താൽക്കാലികമായ ആശ്വാസം മാത്രമാണെന്നും ഞങ്ങൾ ആഹ്ലാദത്തിലല്ല എന്നുമുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. ശരി, കന്യാസ്ത്രീകൾക്ക് ഭീഷണിയുണ്ട്. കന്യാസ്ത്രീകൾക്ക് ഇനി അവിടെ പ്രവർത്തിക്കാനാകുമോ എന്ന ആശങ്കയാണ് കന്യാസ്ത്രീയുടെ സഹോദരൻ നമ്മോട് പറഞ്ഞത്. സഭ അത് ഗൗരവത്തിൽ കാണുമെന്ന് കരുതുന്നു. ഏതായാലും ജാമ്യം ലഭിച്ചു, പോരാട്ടം അവസാനിപ്പിക്കാറായിട്ടില്ല എന്ന ബോധ്യത്തിലേക്ക് കുറെ പേരെങ്കിലും എത്തിയിട്ടുണ്ട്. പക്ഷേ മുഴുവനായും എത്തിയോ എന്ന സംശയം സഭയിൽ നിന്ന് തന്നെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് തോന്നുന്നതാണ് ഫാദർ. അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു പ്രതികരണം, ഉറച്ച പ്രതികരണം ഉണ്ടാകാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു സംശയം ഉയർന്നത്. വളരെ നന്ദി അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് MP, റവറൻ ഡോക്ടർ ആന്റണി വടക്കേക്കര, മിഥുൻ വിജയകുമാർ, പ്രമോദ് പുഴങ്കര ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.